ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? സാധാരണ രീതിയിൽ ഇന്ത്യയിൽ മദ്യം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല. അതേസമയത്ത് ഭാര്യ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഭർത്താവ് പിന്നെയും കുടിക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ? ലളിതമായി പറഞ്ഞാൽ പറ്റുമെന്നാണ് ഉത്തരം. എന്താണ് അതിൻ്റെ കാരണം? BNSന്റെ സെക്ഷൻ 85 അനുസരിച്ച് ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്നോ ഭാര്യയ്ക്ക് നേരെ ഉണ്ടാകുന്ന ക്രൂവൽറ്റിയെ ഒഫൻസ് ആയിട്ടാണ് എണ്ണുന്നത്. എന്താണ് ഈ ക്രൂവൽറ്റി എന്ന് സെക്ഷൻ 86 വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഭാര്യയുടെ ഫിസിക്കൽ ഹെൽത്തിനെയോ മെൻ്റൽ ഹെൽത്തിനെയോ ബാധിക്കുന്ന രൂപത്തിൽ വല്ല പ്രവർത്തനവും ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്നോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ക്രൂവൽറ്റി ആയിട്ടാണ് BNS പരിഗണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മദ്യപാനിയായ ഒരു ഭർത്താവിനോട് ഭാര്യ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അയാൾ അത് നിർത്താതെ പിന്നെയും കുടിക്കുകയും അതിൻ്റെ പേരിൽ ഭാര്യയുടെ മാനസിക നിലയെ സാരമായി ബാധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അയാളിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും സെക്ഷൻ 85 അട്രാക്ട് ചെയ്യുമെന്നതിൽ സംശയമില്ല. ഇത് ഒരു ജാമ്യം അവകാശമല്ലാത്ത നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, കോഗ്നിസബിൾ ആണ്. മിനിമം 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യം കൂടിയാണ്. സോ ഈ കാര്യത്തിൽ മദ്യപാനികളായ ഭർത്താക്കന്മാർ വളരെയധികം സൂക്ഷിക്കുക. ഇതുപോലെ ഡിവോഴ്സ് ലഭിക്കാതെയോ മെയിൻ്റനൻസ് ലഭിക്കാതെയോ അതുമല്ലെങ്കിൽ നാർസിസ്റ്റിക് ഡിസോർഡർ ഉള്ള ഭർത്താവിൻ്റെ കീഴിൽ താമസിക്കുന്നത് കാരണം പലതരത്തിലുള്ള ട്രോമകൾ അനുഭവിക്കുന്നവരായ ഒരുപാട് സ്ത്രീകൾ, അതുമല്ലെങ്കിൽ ജോലി സ്ഥലത്തോ മറ്റേതെങ്കിലും സ്ഥലത്തോ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ, അതിനുമപ്പുറം നമ്മൾ വിൽപ്പനയും വാങ്ങലുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന നിരന്തരമായ വഞ്ചനകൾ, ഇത്തരം അനീതികൾ നേരിടുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്രയും അധികം നീതി നിഷേധം ഉണ്ടാകാനുള്ള കാരണം നിയമത്തെക്കുറിച്ച് കൃത്യമായ അവബോധമില്ലായ്മയും നീതി നിഷേധം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവില്ലായ്മയും കൊണ്ടാണ്. ആ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടി കേരളത്തിലെ പ്രശസ്തരായ അഭിഭാഷകർ നേതൃത്വം നൽകുന്ന ഒരു കോഴ്സ് ഈ വരുന്ന ജനുവരി 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക.